ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് വേണം. അപ്പോൾ എന്താണെന്നല്ലേ, നമ്മൾ പ്ലാവിൽ കയറി ചക്ക ഇടാൻ വേണ്ടിയിട്ട് വേണം. അപ്പം ആര് കയറും എന്നൊക്കെ ഞാൻ തന്നെയാണ് കയറാനൊക്കെ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പ്ലാവിലാണെങ്കിൽ എന്താ പറയുന്നത്, കുറേ വർഷങ്ങൾ കൂടി ഒരു 4-5 വർഷം മുന്നെയാണ് ആദ്യമായിട്ട് ആ പ്ലാവ് കായ്ച്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഓരോ വർഷമായിട്ട് നമുക്ക് ചക്ക കുറേ ഉണ്ട്. അപ്പോൾ അത് കൂഴച്ചക്കയാണ്. അപ്പോൾ ആണെങ്കിൽ കുഞ്ഞിലെ ഞാൻ ഈ ചക്ക എടുത്ത് കഴിച്ചപ്പം അത് തൊണ്ടേന്നങ്ങ് പോവുകയും ചെയ്തു, വയറ്റിലോട്ടൊന്നും എത്തിയില്ല. ആ ഒരു സിറ്റുവേഷനായിരുന്നു അത്. പിന്നെ എനിക്ക് ഈ സാധനം ഭയങ്കര പേടിയായി. ഞാൻ പിന്നെ അത് കഴിക്കത്തില്ല. പിന്നെ കുമ്പളപ്പം എന്നൊക്കെ പറയും ചിലയിടത്ത്, വഴനയപ്പം അല്ലെങ്കിൽ ഇലയപ്പം, പൂച്ചയപ്പം എന്നൊക്കെ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള പേരുള്ള ഒരു സാധനമുണ്ട്. അതാണ് ഈ കൂഴച്ചക്ക കൊണ്ട് നമ്മൾ മെയിനായിട്ട് ഇവിടെ ഉണ്ടാക്കുന്നത്. കൂഴച്ചക്ക ഇഷ്ടമില്ലെങ്കിലും ആ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുണ്ടാക്കിയാൽ ഞാൻ കുറേ ഇരുന്ന് കഴിക്കും. അങ്ങനെ ഇന്ന് നമ്മൾ ആ പ്ലാവിലിപ്പം കുറച്ചൊക്കെ ഞങ്ങൾ പറിച്ചായിരുന്നു. പിന്നെ ആണെങ്കിൽ കുറച്ചതിലകത്ത് കിടപ്പുമുണ്ട്. അപ്പം അത് പറിക്കാം, ഇല്ലെങ്കിൽ വേണ്ട. അപ്പം ഞാൻ ഈ പ്ലാവിലൊക്കെ കയറി ചക്ക ഇടുന്ന ഒരാളാണ്. അയ്യോ പേടിയില്ലേ, നമ്മളാണെങ്കിൽ കുഞ്ഞിലെ തൊട്ട് മറ്റേ പ്ലാവിലും മരത്തിലും ഒക്കെ കയറി ഇറങ്ങി ഭയങ്കര കുഞ്ഞിലെ തൊട്ട് നമ്മുടെ കഴിവൊക്കെ തെളിയിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം ഒരു പ്ലാവിൽ കയറി ചക്ക ഇടണം എന്ന് പറഞ്ഞാലും എന്നെ സംബന്ധിച്ച് ദാറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. ഓക്കെ, അപ്പം ഈ ചക്കയാണെങ്കിൽ ഈ പ്ലാവാണെങ്കിൽ ഒരു 3-4 വർഷം മുന്നേ തൊട്ടാണ് കായ്ച്ചു തുടങ്ങിയത്. അപ്പോൾ ആ വർഷം തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എല്ലാ വർഷവും ആ പ്ലാവ് ഇങ്ങനെ ചക്ക തന്നുകൊണ്ടേ ഇരിക്കും, നമ്മൾ പറിച്ച് കഴിച്ചുകൊണ്ടേ ഇരിക്കും. കാര്യം പറയുമ്പോൾ വെച്ചാൽ ഇവിടെ ഒരു പ്ലാവുണ്ട്, ബഡ് പ്ലാവാണ്. കൈ കടി. അപ്പോൾ ഇവിടെ ഒരു ബഡ് പ്ലാവുണ്ട്. 3-4 വർഷമായി ആ പ്ലാവ് കായ്ച്ചില്ല. അത് കഴിഞ്ഞിട്ട് ഈ ഒരു കഴിഞ്ഞ വർഷമല്ല, ഈ കുറച്ച് നാൾ മുമ്പേ അതിൻ്റെ അകത്ത് ചക്ക ഉണ്ടാക്കിയപ്പോൾ ഈ നാഴിച്ചക്ക പരുവായപ്പോഴത്തേക്കിനും അതിൽ ഒരു ശിഖരം ഇങ്ങനെ ജസ്റ്റ് ഒടിഞ്ഞ് താഴോട്ട് ഇങ്ങനെ ഇരുന്ന ആ ചക്ക നിലത്തിരുന്ന്, അങ്ങനെ ഇരുന്ന ആ ചക്ക പിന്നെ പിടിച്ചില്ല. അതിൻ്റെ ടോപ്പിലാണെങ്കിൽ ഒരു ചക്കയുണ്ട്. അത് ലിറ്ററലി എൻ്റെ പൊക്കേ ഉള്ളൂ ആ പ്ലാവിന്. എന്നിട്ട് ആ ചക്ക ഇപ്പോൾ പിടിച്ച് അത് നല്ല രീതിയിൽ, സത്യം പറഞ്ഞാൽ ആ പ്ലാവിന് പറ്റാവുന്നതിൻ്റെ മാക്സിമം വലിപ്പത്തിൽ ആ ചക്കേനെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്ന് പറിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അത് പറിച്ച് വിളഞ്ഞാണെങ്കിൽ കഴിക്കാം, വിളഞ്ഞിട്ടില്ലെങ്കിൽ അമ്മയുടെ അടി കൊള്ളാം. സോ നമുക്ക് നേരെ പോവാം. പിന്നെ വേറൊരു കാര്യം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. സമയം ഇപ്പോൾ ഏകദേശം ഒരു 12 മണി അടുക്കാറായിട്ടുണ്ട്. നല്ല മഴക്കാറുണ്ട്, നല്ലപോലെ ഇടി ഇടയ്ക്കിടയ്ക്ക് വെട്ടുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ മഴ പെയ്യാൻ നല്ല ചാൻസാണ്. പക്ഷേ ഈ മഴ ഇന്ന് പെയ്യും എന്ന് ഞാൻ ഇത്ര ഉറപ്പിച്ച് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഈ വെള്ളിയാഴ്ച എന്ന് പറയുമ്പോഴത്തേക്കിനും നാളെ ശനിയാണ്, നാളെ ഇനി ഞായറാഴ്ചയാണ്. 2 ദിവസം അവധിയാണ്. അപ്പം അത് ഈ ഒരു പ്രകൃതി ഗണിച്ചറിഞ്ഞെന്ന് തോന്നുന്നു. അവധിക്ക് മഴ പെയ്യും. എന്നാൽ ഈ അവധി കണ്ടിട്ട്, ഈ മഴ കണ്ടിട്ട് അവധി തന്നാൽ അന്ന് ഇടിഞ്ഞ വെയിലായിരിക്കും. അത് കാണുമ്പോഴേ കളക്ടർക്ക് മനസ്സിലാവും ഇവർക്ക് അവധിയൊക്കെ കൊടുക്കുന്ന ചുമ്മയാ. പിന്നെ ആ കളക്ടർ സാർ നമുക്ക് അവധി തരത്തില്ല. അതാണ് മഴ അവിടെ നിന്ന് ഇരച്ച് വരുന്നുണ്ട് ഗൈസ്. ഇത് കണ്ടോ, ഈ സൈഡിൽ നിന്ന് ഇരച്ച് വരുന്നുണ്ട്. പതുക്കെ വരട്ടെ, നമുക്ക് പോയി ചക്ക നോക്കാം. ഗൈസ്, അങ്ങനെ നമ്മൾ ഇന്ന് കാപ്പിയൊക്കെ കഴിക്കാൻ വേണ്ടി പോകണം. പയർ തേങ്ങ ഒക്കെ ഇട്ട് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും. കാരണം എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനമാണ് ഇത്. എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ എപ്പോഴും എനിക്ക് തിന്നാൻ ഇഷ്ടമൊന്നുമില്ല. ഇടയ്ക്കൊക്കെ കിട്ടുമ്പോൾ നമുക്ക് കഴിക്കാം, അങ്ങനെയുള്ളൂ. കാരണം ഇത് കഴിച്ചാൽ ഭയങ്കരമായിട്ട് കഴിക്കും ഗൈസ്. അപ്പോൾ ഇത് ഭയങ്കര ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു സാധനം ആയതുകൊണ്ട് തന്നെ ചക്ക പറിക്കാൻ കുറച്ച് എനർജി വേണം. അതുകൊണ്ട് നമുക്കിത് കഴിച്ചിട്ട് ചക്ക പറിക്കാൻ. അപ്പം ഞാൻ മുന്നേ പറഞ്ഞില്ലേ മഴയൊക്കെ പെയ്യുന്നു, ഇതുണ്ടോ, പെരുമഴയാണ്. അപ്പം അത്രയേ ഉള്ളൂ. നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ പ്ലാവ്. ഒരു ചക്ക, പ്ലാവ്. ആ ചക്ക നോക്ക്, അത് എനിക്ക് തോന്നുന്നു അത് പോയെന്ന് തോന്നുന്നു കേട്ടോ. പറിക്കാതെ ഇരുന്നിരുന്നു എന്തെങ്കിലുമൊക്കെ ആട്ടെ. പക്ഷെ ആ പ്ലാവിനെ കൊണ്ട് പറ്റുന്ന അത്ര ഇതുണ്ടോ, ഇത്രയും കട്ടിയുള്ളൂ ആ ഒരു തണ്ടിനൊക്കെ. കാണത്തുമില്ല. ഇത് കണ്ടോ നല്ല മഴ. ഇതെല്ലാം കാടാണ്, വനം പോലെ ഇരിക്കും. പെരുമ്പാമ്പ് വരെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ താഴത്തെ ഒരു വീട്ടിൽ നിന്ന് പെരുമ്പാമ്പിനെ കിട്ടി ഗൈസ്. അണലിയാന്നോർത്താണ് ഞാൻ ഇരുന്നത്. കാരണം ഇതിൻ്റെ രണ്ടിൻ്റെയും
ഒരുപോലെയാണ് ഇരിക്കുന്നത്. മറ്റേ എന്താ പറഞ്ഞേ ആ ഒരു ഡിസൈനൊക്കെ. അപ്പോൾ നമ്മൾ വിചാരിക്കും മിസ്റ്റർ 360 ആണെന്ന്. പക്ഷെ അതല്ലായിരുന്നു, അത് പെരുമ്പാമ്പ് തന്നെയായിരുന്നു. കാരണം അണലി ഇങ്ങനെ മറ്റേ മുത്ത് മാല കോർത്താൽ ഇങ്ങനെയാണ് കിടക്കുന്നെങ്കിൽ പെരുമ്പാമ്പിൻ്റെ ഇങ്ങനെയാണ്. ഒരു ഡിസൈനിൽ വ്യത്യാസമുണ്ട്. പണ്ടാര മഴ പെയ്ത് കഴിച്ച് നമുക്ക് കയറിപ്പോവാം. അമ്മ ചോദിക്കുകയാണ്, ഈ മഴയത്ത് നമ്മൾ എങ്ങനെ ഈ ചക്ക പറിക്കുന്നു? പറിച്ചു കേട്ടാൽ ഇതങ്ങ് മറ്റേ ടോപ്പിൽ അങ്ങ് ചെന്ന് കിടക്കുന്ന പോലെയാണ്. ഇത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പറിക്കുന്നതിനാണ് ഇത്രയും പോസ്റ്റ്. അങ്ങനെ നമ്മുടെ ചക്ക നമ്മൾ പറിച്ചിട്ടുണ്ട്. ഇത് നമുക്കിത് കണ്ട് ഇവിടെ ചീഞ്ഞിട്ടുണ്ട്. അത് വെള്ളം വീണങ്ങാണ്ട് ചീഞ്ഞാണ്. നമുക്കിത് മുറിച്ചു നോക്കാം. പഴുത്തമ്മേ, പഴുത്ത് അമ്മേ, ആ പഴുത്ത്. ഇങ്ങോട്ട് വാ, അടുത്തോട്ട്. ഇതൊന്ന് കാണിച്ചേ ചക്ക. ഗൈസ്, അങ്ങനെ നമ്മൾ ചക്ക പറിച്ചു. ഇത് 1.5 വർഷം ഫ്ലാഷ് ബാക്ക്. 3-4 വർഷമായി ആ പ്ലാവ് കഴിച്ചു. 1.5. അപ്പൊ നമ്മളിവിടെ വെച്ചിട്ട് എത്ര വർഷമായി? 1.5 വർഷം കഴിഞ്ഞു. എന്തേലും ആട്ടെ. അപ്പൊ നമ്മള് ചക്ക പറിച്ചു. നമ്മള് വിളഞ്ഞതാണോ എന്ന് തന്നെ സംശയിച്ച് പറിച്ച സാധനമാണ്. ഇത് പഴുത്തു. അപ്പൊ ഇത് വെള്ളം വീട്ട് ഇതിന്റെ സൈഡ് കുറച്ച് ചീഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ചക്ക പഴുത്തു ഗൈസ്, പഴുത്തു. വരിക്കച്ചക്കയാണ്. ഈ വരിക്കച്ചക്ക പഴുത്ത് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമുക്കിത് തിന്നു നോക്കാം. ഗൈസ്, അങ്ങനെ നമ്മൾ ഈ ചക്ക പറിച്ചു. നല്ല രീതിയിൽ അത് പഴുത്തായിരുന്നു. അപ്പൊ നമ്മൾ അതിന്റെ ഒരു ചുള തിന്നാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ. അപ്പൊ നല്ല മണമാണ്, നല്ല വരിക്കച്ചക്കയുടെ മണമാണ്. വരിക്കച്ചക്കയാണല്ലോ, പിന്നെ ഇങ്ങനെ വരിക്കച്ചക്കയുടെ മണം അല്ലാതിരിക്കും. ഓക്കെ, കഴിക്കാം നമുക്ക്. ഒന്നും തോന്നില്ല, ഒന്നും. ചക്ക എന്നൊക്കെ പറഞ്ഞാൽ നല്ല നല്ല മണമുണ്ട്. പക്ഷെ ഒരു സാധാരണ ഒരു പുളിപ്പയിലും തോന്നുന്നുണ്ടല്ലോ. ഇത്രയും പഴുത്തൊരു ചക്കയ്ക്കൊക്കെ മധുരയില്ലേ വേണ്ട. ഒരു ചെറിയൊരു പുളിന്തൊണ്ടി എന്നൊക്കെ പറയും. ഇതുപോലെയല്ല. ഒരു എന്താ പറയുന്നത്, മധുരം ഉണ്ടോ ഇല്ല, പുളിയുണ്ടോ ഇല്ല. സാധാരണ ചക്കച്ചോളയുടെ ഒരു ടേസ്റ്റ് ഉണ്ടോ അതുപോലും ഇല്ല. ചുമ്മാ എന്നാലും ദൈവം അത്രയും കുഞ്ഞു പ്ലാവിന് താങ്ങാൻ പറ്റാത്തൊരു ചക്ക കൊടുത്തു. എന്നാൽ അതിന് പേരിനെങ്കിലും അവിടെ എവിടെയെങ്കിലും കുറച്ച് മധുരം വേണ്ടേ? അതുപോലില്ല. പന്ന പുളി പോലും ഇല്ല. എന്ത് കോപ്പാണോ? വലിയ പ്ലാവാ കോപ്പാന്നൊക്കെ പറഞ്ഞിട്ട് ബഡ്പ്ലാവ് പോലും ഒന്നിനും കൊള്ളത്തില്ല. ഇതിന് എന്ത് നല്ല അറിയാം, ഞങ്ങളുടെ വീട്ടിൽ നാച്ചുറലായിട്ടുണ്ടായി വന്ന ഞങ്ങളുടെ ചക്ക അറിയോ. ഇതെന്ത് കോപ്പിത്? ഒന്നുമില്ല. ചുമ്മാ തിന്നാം. വിശപ്പൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ വിശപ്പ് മാറുമല്ലോ. അങ്ങനെ വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ചുമ്മാ ഇങ്ങനെ ഇത് കഴിച്ചുകൊണ്ടിരിക്കാം. ഒരു വികാരവും ഇല്ല, ഒന്നുമില്ല. ചുമ്മാ തിന്നുകൊണ്ടിരിക്കും. നമ്മള് ചുമ്മാ ഒരു പുളിന്തൊണ്ടി തിന്നുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു പച്ചച്ചക്ക തിന്നുന്ന പോലെയോ ഒരു പഴുത്ത ചക്ക തിന്നുന്ന പോലെയോ ഒന്നും. ലിറ്ററലി ആ ഒരു ചക്കയ്ക്ക് ചക്കയുടെ യാതൊരു ടേസ്റ്റും യാതൊരു ഇതില്ല. ആദ്യം നല്ല മണമാണ്, നല്ല മണമാണ്. പറിച്ചപ്പം വെട്ടിയപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യമില്ല ഗൈസ്. നമ്മൾ എന്തൊക്കെ പ്രതീക്ഷയായിരുന്നു അറിയോ? ചക്ക വിളഞ്ഞതാണോ എന്ന് തന്നെ ഡൗട്ട് അടിച്ചിട്ട് പോയി പറിച്ചാണ്.
പറിച്ചപ്പോഴത്തേക്കും അത് പഴുത്തിരിക്കുന്നു. പക്ഷെ വിളഞ്ഞാണെങ്കിൽ നമ്മൾ ഇന്ന് എന്തെങ്കിലും പുഴുക്കയിലും ഉണ്ടാക്കി കഴിച്ചേനെ. മൈ ഗോഡ്, അത് അങ്ങനെ ഫ്ലോപ്പ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഒന്നുമില്ല പ്രത്യേകിച്ച്. വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാൻ വരെ